നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഫോർ എ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദ മീൻ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനിന്റെ ഇക്വേഷൻ എന്താ? മീൻ എന്താ? പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ലാംഡ. യെസ്, ലാംഡ ആണ് അല്ലെ. അപ്പം പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ ഇവിടെ നമുക്ക് സാധാരണയുള്ള ഇക്വേഷൻ എന്താണ്? ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ലാംഡ e raised to minus lambda, lambda raised to x by x factorial. And ഇവിടെ തന്നിട്ടുള്ള എന്താണ്? p of x എന്നുള്ളത് e raised to minus 2 raised to 3 divided by 3 factorial. അപ്പൊ നമുക്ക് മീൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ആണ്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? e raised to minus lambda ഉണ്ട്, ഇവിടെ e raised to minus 2 ഉണ്ട് അല്ലെ. അപ്പം രണ്ട് നോക്കിയാൽ എല്ലാ ടേംസും സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. സോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും e raised to minus lambda equal to e raised to minus 2, അതായത് ലാംഡ equal to 2 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ലാംഡ raised to x ന്റെ ടേം നോക്കിയാൽ അതായത് 2 raised to 3 എന്ന് കൊടുത്തിട്ടുള്ളത്. എനിവേ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ജസ്റ്റ് നമ്മൾ ആ ഒരു ബേസിക് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റിന് നിങ്ങൾ വായിച്ചിട്ട് പറഞ്ഞു, അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും തരാനില്ല. സ്റ്റാൻഡേർഡ് നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ വരുന്നത്? 0, 1. യെസ്, ഓപ്ഷൻ 1, 0യും 1ഉം വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X is a random variable with mean mu and standard deviation sigma which is greater than 0. Okay, x എന്നൊരു റാൻഡം വേരിയബിൾ ഉണ്ട്, അതിന്റെ ആവറേജ് മീൻ തന്നിട്ടുണ്ട് mu എന്ന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വേരിയബിൾ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറഞ്ഞിട്ടാണ്. എങ്കിൽ എക്സ് ഡാഷ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വേരിയൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എക്സ് എന്ന വേരിയബിള് മ്യൂവും സിഗ്മയും ആണ്. സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ എക്സ് ഡാഷ് എന്താണെന്ന് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. നമ്മുടെ ചോദ്യം വേരിയൻസ് ഓഫ് എക്സ് ഡാഷ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? വേരിയൻസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ അല്ലെ. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1-2 പ്രോപ്പർട്ടീസ് അറിയേണ്ടതാണ്. സോ ആ പ്രോപ്പർട്ടീസ് ഞാൻ ജസ്റ്റ് എഴുതാം. വേരിയൻസ് ഓഫ് കെ എക്സ് ഒരു കോൺസ്റ്റന്റ് നമ്മൾ എഴുതുവാണെങ്കിൽ ആ കോൺസ്റ്റന്റ് പുറത്തു വരുമ്പോൾ സ്ക്വയർ ആവും അല്ലെ. കെ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്, ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓൾസോ നമ്മളിപ്പോ വേരിയൻസ് ഓഫ് എക്സ് മൈനസ് കെ അല്ലെങ്കിൽ എക്സ് പ്ലസ് ഓർ മൈനസ് കെ എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് നമ്മൾ എക്സ് എന്ന റാൻഡം വേരിയബിളിന്റെ കൂടെ നമ്മൾ ഏതൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ചേഞ്ച് ഓഫ് ഒറിജിൻ അല്ലെ. നമ്മൾ ഏതൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഷേഴ്സ് ഓഫ് സെന്റർ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും വരുമ്പോൾ ചേഞ്ച് ഓഫ് ഒറിജിനും ചേഞ്ച് ഓഫ് സ്കെയില് വരുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. വേരിയൻസ് എന്ത് ചെയ്യില്ല, അഡീഷനും സബ്ട്രാക്ഷനിലും ഒന്നും ചേഞ്ച് വരത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യില്ല, ഈ കെ ആഡ് ചെയ്തു സബ്ട്രാക്ട് ചെയ്തു എന്നും പറഞ്ഞ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് തന്നെയാണ്. അവിടെ നമുക്ക് കെനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടീസും കൂടെ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ വേരിയൻസ് ഓഫ് എക്സ് ഡാഷ് എന്ന് പറയുന്നത് 1 സിഗ്മയാണ് ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ 1 സിഗ്മ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തെടുക്കുമ്പോൾ 1 സിഗ്മ സ്ക്വയർ വരും അല്ലെ. 1 സിഗ്മ സ്ക്വയർ. പിന്നെ വേരിയൻസ് ഓഫ് എക്സ് മൈനസ് മ്യൂ എന്ന് വരും. അപ്പൊ ആ അഡീഷനും സബ്ട്രാക്ഷൻ ഒന്നും ബാധകമല്ല,
So we can write it as variance of x. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് സിഗ്മ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ അല്ലേ? അപ്പൊ ഈ വേരിയൻസിന്റെ അവിടെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? സിഗ്മ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു sigma square. So sigma squares will get cancelled out and we will get the final answer as 1. Okay, so നമ്മുടെ right answer എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ്, equal to 1. Okay. ഇവിടെ നമുക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ട് വരുന്നത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് അറിയുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the sum of the mean and variance of a binomial distribution for 18 trials is 10, find the distribution. Okay, നമ്മൾ binomial distribution സാധാരണ P of x is equal to NCx P raised to x Q raised to n minus x എന്നാണ് എഴുതുന്നതെങ്കിൽ നമുക്കിപ്പോ Pയും Qവും Nഉം തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ P പ്ലസ് Q the whole raised to n ഇതിന്റെ എക്സ്പാൻഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയും എഴുതി കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ വേണ്ടത് പിയും ക്യൂവും എന്നും കണ്ടുപിടിച്ച് ഈ ഫോർമാറ്റിൽ എഴുതണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രയൽസ് എത്ര, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ആണ് അല്ലെ, ആ n തന്നിട്ടുണ്ട്. പിന്നെ 10 എന്ന് പറയുന്നത് സം ഓഫ് മീൻ ആൻഡ് വേരിയൻസ്, മീനിന്റെ വേരിയൻസിന്റെ സം 10 എന്ന് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രം. അപ്പം 18 ട്രയൽസ് എന്ന് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ട്രയൽസ് n is equal to 18 ആണ്. സം ഓഫ് മീൻ ആൻഡ് വേരിയൻസ്, മീൻ എന്ന് പറയുന്നത് NP ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് NPQ ആണ്. അപ്പൊ ഇതിന്റെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു 10 വരും അല്ലെ. അപ്പൊ ഇനി ഈ n കിടക്കുന്നിടത്ത് നമുക്ക് 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. സോ 18P പ്ലസ് 18PQ ഈക്വൽ ടു 10. ഞാൻ ഇവിടുന്ന് 18P വെളിയിൽ എടുക്കുവാണ് കേട്ടോ. 18P വെളിയെടുക്കുമ്പോൾ 1 പ്ലസ് Q ഈക്വൽ ടു 10. ഓക്കെ, സോൾവ് ചെയ്യാൻ എനിക്ക് പിയും ക്യൂവും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം P പ്ലസ് Q ഈസ് ഈക്വൽ ടു 1 എന്നറിയാം അല്ലെ. പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറും സക്സസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി 1 എന്ന് വരും. സോ ഇവിടെ Pക്ക് ഞാൻ ഇത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 മൈനസ് Q എന്ന് വരും അല്ലെ. ഇതിൽ നിന്ന് Pക്ക് എഴുതുമ്പോൾ P ഈക്വൽ ടു 1 മൈനസ് Q എന്ന് വരും. സോ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. 18 ഇൻറ്റു 1 മൈനസ് Q ഇൻറ്റു 1 പ്ലസ് Q അതുപോലെ തന്നെ കിടന്നോട്ടെ ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ എനിക്ക് എല്ലാം ക്യൂവിന്റെ ടേംസിലെ ഇത് A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി ഫോർമാറ്റിലെ. സോ ഐ ക്യാൻ റൈറ്റ് ആസ് 18 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് Q സ്ക്വയർ ഈക്വൽ ടു 10. അതായത് 1 മൈനസ് Q സ്ക്വയർ എന്നുള്ളത് 10 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ഓർ Q സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 10 ബൈ 18 വിച്ച് ഈസ് 8 ബൈ 18. Q എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 4/9 വരെ അല്ലെ. 2s വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2/3. നമുക്കറിയാം പ്രോബിലിറ്റി നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കാറുള്ളൂ. സോ വി റൈറ്റ് Q is equal to 2/3. അപ്പൊ P എത്രയാണ്? 1/3 അല്ലെ. Q 2/3 ആണെങ്കിൽ ബാക്കി പ്രോബിലിറ്റി ആണ് 1/3. 1 മൈനസ് 2/3 എന്ന് പറയുന്നത് 1/3 വരും. സോ 1P പ്ലസ് Q the whole raised to n എന്ന് പറയുമ്പോൾ P എത്രയാണ്? 1/3 പ്ലസ് Q എന്നുള്ളത് 2/3 the whole raised to 18 എന്ന് വരും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി വരും അല്ലെ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതുപോലെ സെയിം ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ സോൾവ് ചെയ്താൽ മതി. ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്തിരുന്നാൽ മതി. ബിക്കോസ് സെയിം ആണ്. സം ഓഫ് മീൻ ആൻഡ് വേരിയൻസ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്പർ ഓഫ് ട്രയൽസും തന്നിട്ടുണ്ട്. ഇത് രണ്ടും വെച്ച് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ സെയിം മെത്തേഡിൽ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വേറെ ചേഞ്ച് ഒന്നുമില്ല, ജസ്റ്റ് വാല്യൂ മാത്രമേ അവിടെ ചേഞ്ച് ഉള്ളൂ. അനദർ ക്വസ്റ്റ്യൻ, ചെറിയൊരു വ്യത്യാസമുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് 6. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ അതായത് NP എന്നുള്ളത് 6 എന്ന് വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √2 എന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം വേരിയൻസ് എന്ന് പറഞ്ഞത് NPQ ആണ് അല്ലെ. അപ്പോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ. അപ്പോ റൂട്ട് ഓഫ് NPQ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് NPQ എന്നുള്ളത് √2 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ NPQ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടൂലേ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NP ഈക്വൽ ടു 6 എന്ന വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 ഇൻറ്റു Q ഈസ് ഈക്വൽ ടു 2
ക്യൂ എന്നുള്ളത് 2/6 ഈക്വൽ ടു 1/3. ഇപ്പൊ ക്യൂ കിട്ടി. ഇപ്പൊ പി എന്ന് പറയുന്നത് 1 മൈനസ് ക്യൂ ആണ് അല്ലെ, വിച്ച് ഇസ് 2/3. പിന്നെ എന്നിന്റെ വാല്യൂ കൂടെ കിട്ടണം. അപ്പൊ എൻ പി ഈക്വൽ ടു 6 എന്നറിയാം. സോ പി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ ഇൻറ്റു 2/3 ഈക്വൽ ടു 6, വിച്ച് ഇസ് എൻ ഈക്വൽ ടു 6 ഇൻറ്റു 3/2 ഈക്വൽ ടു 9. അപ്പൊ പി പ്ലസ് ക്യൂ ദ ഹോൾ റൈസ് ടു എൻ എങ്ങനെ വരും? 2/3 പ്ലസ് 1/3 ഹോൾ റൈസ് ടു എൻ അല്ലെ. 2/3 പ്ലസ് 1/3 ഹോൾ റൈസ് ടു എൻ 9 വരും അല്ലെ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ആരും ഡൗട്ട് ഒന്നും ചോദിക്കാത്ത. എല്ലാരും സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഞാൻ എടുത്ത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A variable x is exponentially distributed for x greater than or equal to 0 with a mean of 1. ഒരു വേരിയബിൾ ഉണ്ട് എക്സ്, റാൻഡം വേരിയബിൾ, എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, മീൻ 1 എന്ന് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വിൽ ലൈ ബിറ്റ്വീൻ 1 ആൻഡ് 2. ഓക്കെ, അതാണ് 1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. എക്സ് എന്ന റാൻഡം വേരിയബിള്, നമുക്കറിയാം റാൻഡം വേരിയബിളിനെ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലുണ്ടും അത് എടുക്കുന്ന വാല്യൂസിൽ സ്മോൾ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട്. അപ്പൊ എക്സ് എന്ന ക്യാപിറ്റൽ ലെറ്റർ റാൻഡം വേരിയബിളിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന വാല്യൂസ് 1, 2, 3 എന്നൊക്കെ പറയുന്ന വാല്യൂസിന് നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മീൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾസോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ എഫ് ഓഫ് എക്സ് ഒക്കെ ഓർക്കണം അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ആണ്, വേർ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഈ സെയിം കണ്ടീഷൻ ആണ് ജസ്റ്റ് ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് അല്ലെ. പിന്നെ മീൻ തന്നിട്ടുണ്ട്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്? 1/λ ആണ് അല്ലെ. 1/λ ഈക്വൽ ടു 1. അപ്പൊ ഇതിൽ നിന്ന് ലാംഡ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 ആണ് അല്ലെ. നമ്മളുടെ ചോദ്യം എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വിൽ ലൈ ബിറ്റ്വീൻ 1 ആൻഡ് 2. ഈ ഒരു റേഞ്ചിൽ നമുക്ക് എങ്ങനെയാണ് പ്രോബബിലിറ്റി വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിളിൽ നമ്മൾ പൊതുവെ ഫസ്റ്റ് PDF PMF ഒക്കെ പറഞ്ഞപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രേറ്റ് മാത്രം ചെയ്താൽ മതി. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റീസിന്റെ സം എടുക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ. തന്നിട്ടുള്ള ലിമിറ്റിൽ നമ്മൾ തന്നിട്ടുള്ള PDF വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ മീൻ നമുക്ക് ലാംഡ എന്ന് കിട്ടി. സോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് പുതിയ PDF നമുക്ക് എഴുതാം. അപ്പൊ PDFന്റെ ജനറൽ ഫോർമാറ്റ് ആണ് ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ്. അപ്പോൾ ന്യൂ PDF എന്ന് പറയുന്നത് നമ്മൾ ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ വരും? 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് എന്നേ വരത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ പി ഓഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലെ. ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഓവർ 1 to 2 അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് ഓവർ ലിമിറ്റ്സ് 1 to 2 വരും. മൈനസ് ഓഫ് ഇ റൈസ് ടു മൈനസ് 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 1 മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഇ റൈസ് ടു മൈനസ് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 2 അല്ലെ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ അല്ലെ. എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഹൗ ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഫ്രം PDF. ഓക്കെ, PMF തന്നിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ ഓഫ് പ്രോബബിലിറ്റീസ് എടുക്കുക. PDF തന്നിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ഓവർ ദ ഗിവൺ ലിമിറ്റ്. ഓക്കെ, ആ PDFനെ തന്നിട്ടുള്ള ലിമിറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ PDF നമ്മളിപ്പോ ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് അതേപടി എടുത്ത് എഴുതരുത്. കാരണം നമുക്ക് അവിടെ ചില ഡിഫൈനിങ് പാരാമീറ്റേഴ്സ് ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ ആണ്, വേരിയബിളിന്റെ വാല്യൂസ് ആണ്. അതിനല്ല പകരമുള്ള പാരാമീറ്റേഴ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം തന്നിരിക്കും. അതായത് മീൻ ഉണ്ടെങ്കിൽ, വേരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? നമുക്ക് തന്നിരിക്കും. അപ്പൊ ഇവിടെ മീൻ 1 തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ PDF എഴുതുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. സെയിം ന്യൂ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇല്ലേ, അതിൽ ഈ 1 എന്ന് പറഞ്ഞ മീൻ ആണോ 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് എടുത്തേക്കുന്നത്?
ചോദ്യം ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാവോ? ന്യൂ PDF എന്ന് പറഞ്ഞ f(x) = 1 × e⁻⁻x എന്ന് എടുത്തിട്ടില്ലേ? അതെ അത് ഈ 1 എന്ന് പറയുന്ന മീൻ അല്ലേ? അതെ, മീൻ എന്ന് പറയുന്നത് 1/λ ആണ് നമുക്ക് 1 എന്നുള്ളത്. അതിൽ നിന്ന് ഞാൻ ലാംഡ എഴുതിയതാണ് 1. ഇപ്പൊ അവിടെ വേറൊരു വാല്യൂ ഇപ്പൊ 2 വല്ലോണ് വന്നിരുന്നെങ്കിൽ ലാംഡ 1/2 വന്നേനെ. അപ്പൊ λ × e⁻⁻x എന്നാണോ വരേണ്ടത്? അല്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധാരണ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്ന് പറഞ്ഞാൽ ലാംഡ e⁻⁻x. നമുക്ക് ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ മീൻ ഇവിടെ തന്നിട്ടുണ്ട് 1/λ = 1. അതിൽ നിന്ന് ലാംഡ നമ്മൾ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് PDF മാറ്റി എഴുതിയെന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The time to pass through a security screening at an airport follows an exponential distribution. വീണ്ടും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഒരു എയർപോർട്ടിന്റെ സെക്യൂരിറ്റി സ്ക്രീനിങ് വഴി പാസ് ചെയ്യാൻ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം എടുക്കുമല്ലോ. ഒരാൾ അവിടെ ചെന്നെത്തിയാൽ അവരുടെ സ്ക്രീനിങ് എല്ലാം കഴിഞ്ഞ് ഒരു പാസ് ചെയ്ത് പോകാനായിട്ട് ഒരു ടൈം ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യാണ് അതിനൊരു ടി എന്ന് പറയുന്നത് ടൈം ആയതുകൊണ്ട് ടി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. ദ മീൻ ടൈം ടു പാസ് ത്രൂ ദ സെക്യൂരിറ്റി സ്ക്രീനിങ് ഈസ് 15 മിനിറ്റ്സ്. അപ്പൊ മീൻ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 15 മിനിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ടു ക്യാച്ച് ദ ഫ്ലൈറ്റ് എ പാസഞ്ചർ മസ്റ്റ് ക്ലിയർ ദ സെക്യൂരിറ്റി സ്ക്രീനിങ് വിത്തിൻ 15 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ 15 മിനിറ്റ് ആവറേജ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ 15 മിനിറ്റിനുള്ളിൽ സ്ക്രീനിങ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല, അവരുടെ ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല, അവർ ലേറ്റ് ആയി പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ദ പാസഞ്ചർ വിൽ മിസ് ദ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പാസഞ്ചർ സ്ക്രീനിങ്ങിന് ചെന്നു, പക്ഷെ അയാൾക്ക് ഫ്ലൈറ്റ് മിസ്സായി. അതിനുള്ള ഫ്ലൈറ്റ് മിസ്സാകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇവർ പറഞ്ഞിട്ടുണ്ട് 15 മിനിറ്റ് ആണ് ഇവരുടെ ഒരു എന്താ പറയാ, നമുക്കൊരു ടൈം ലൈൻ പോലെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 15 മിനിറ്റിന് അകത്ത് വേണം എന്തെങ്കിലും സ്ക്രീനിങ് ടൈം നിൽക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ലേറ്റ് ആവും. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവർ ഫ്ലൈറ്റ് മിസ് ആവണം, അതായത് ഇവര് ലേറ്റ് ആണ്. ലേറ്റ് ആണെന്ന് വെച്ചാൽ ഇവരുടെ സ്ക്രീനിങ് ടൈം എന്താണ്, സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് 15 മിനിറ്റിനെക്കാളും കൂടുതൽ എടുക്കുന്നു. ദാറ്റ് ഈസ് ടൈം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 15 ആകാനുള്ള പ്രോബബിലിറ്റി. പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 15 ആണ് ഇവരിവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തന്നിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് ഈ പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 15 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ ടൈം ടു പാസ് ത്രൂ ദ സെക്യൂരിറ്റി സ്ക്രീനിങ് ഞാൻ ടി എന്ന് അസ്യൂം ചെയ്യാണ് കേട്ടോ. സെക്യൂരിറ്റി സ്ക്രീനിങ് ടി എന്ന് അസ്യൂം ചെയ്യാണ്. ആൻഡ് ഇത് ഫോളോ ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇവർ തന്നിട്ടുണ്ട്. മീൻ ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. അപ്പം എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുമ്പോൾ എന്താണ്, 1/λ ആണ് അവർ തന്നിട്ടുള്ളത്, ഈക്വൽ ടു 15 മിനിറ്റ്സ് എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ കണ്ടുപിടിക്കാം. ലാംഡ എന്ന് പറയുമ്പോൾ 1/15 വരും അല്ലെ, ലാംഡ ഈക്വൽ ടു 1/15 എന്ന് വരും. ഇനി ഇവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ടു ക്യാച്ച് ദ ഫ്ലൈറ്റ്. ടു ക്യാച്ച് ദ ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യണമെങ്കിൽ ദേ നീഡ് ടു എന്താണ്, അവർ ക്ലിയർ ചെയ്ത് കിട്ടേണ്ടത് ക്ലിയർ വിത്തിൻ 15 മിനിറ്റ്സ് അല്ലെ, ക്ലിയർ വിത്തിൻ 15 മിനിറ്റ്സ്, 15 മിനിറ്റിനുള്ളിൽ അവർ ക്ലിയർ ആയി അകത്ത് കയറണം. ചോദ്യം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് പാസഞ്ചർ മിസ്സിംഗ് ദ ഫ്ലൈറ്റ് അല്ലെ, മിസ്സിംഗ് ദ ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് മിസ്സാവാനാണ് പ്രോബബിലിറ്റി. ഫ്ലൈറ്റ് മിസ്സാവണമെങ്കിൽ ഇവരുടെ സ്ക്രീനിങ് ടൈം 15 മിനിറ്റിനേക്കാളും കൂടുതലായിരിക്കണം. അതിനകത്താണെങ്കിൽ അവർ ടൈമിനെത്തും, 15 മിനിറ്റ് കൂടുതലാണെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ പൊതുവെ ഈ ഗ്രേറ്റർ ദാൻ 15 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുവാണെന്നാണ്. ഇപ്പൊ ഈ 15നെക്കാളും വലുതെന്ന് പറയുമ്പോൾ 15 ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇൻഫിനിറ്റി നമ്മൾ ഇന്റഗ്രേഷൻ റിമൂവ് ചെയ്ത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബബിലിറ്റി തിരിച്ച് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യും. എങ്ങനെ മാറ്റും, 1 മൈനസ് 0 to 15 എടുത്താൽ പോലെ. യെസ്, 1 മൈനസ് പി ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മൈനസ് പ്രോബബിലിറ്റി എങ്ങനെയാ വരുന്നത്, ഇന്റഗ്രേഷൻ ആണ്, ഇന്റഗ്രേഷൻ ഓവർ ദി PDF ആണ്. അപ്പം അത് ഞാൻ ഇവിടെ എഴുതിയില്ല അല്ലെ, നമ്മുടെ അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഫോർ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ലാംഡ e⁻⁻x. നമ്മൾ ലാംഡ ഇപ്പൊ കണ്ടുപിടിച്ചു. സോ ലാംഡ എത്ര, 1/15 ആണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതും,
1/15 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 15 അല്ലെ? ഇതാണ് നമ്മുടെ പുതിയ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് ഞാൻ ഇനി എന്ത് ചെയ്യുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെസ് ദാൻ 15 എന്ന് പറയുമ്പോൾ ടൈം എന്തായാലും നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 ടു നമ്മുടെ വേരിയബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ എപ്പോഴും നമ്മുടെ വേരിയബിൾ 0 ആൻഡ് എബവ് ആണ് വാല്യൂസ് വരുന്നത് അല്ലെ? അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് പറയുമ്പോൾ 0 തൊട്ട് തുടങ്ങി 15 വരെ പോകും അല്ലെ? 0 to 50, 1/15 e raised to minus x by 15 dx, which is equal to 1 minus 1/15 constant ആയിട്ട് പുറത്തെടുക്കുവാണ്. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ e raised to minus x by 15 divided by minus 1/15 over the limits 0 to 50. Okay, so ഈ minus 1/15 ഉം 1/15 കൂടെ ഇവിടെ ക്യാൻസൽ ആയി പോകും. മൈനസും മൈനസും പ്ലസ് ആവും അല്ലേ ഇവിടെ? അപ്പൊ ജസ്റ്റ് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. മൈനസ് മൈനസ് will become പ്ലസ്. പിന്നെ ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. e raised to minus 15/15 minus 1 minus e raised to x-ന് 0 എടുക്കുമ്പോൾ 0 വരും. അപ്പോ 1 plus e raised to minus 1, e raised to 0 1 അല്ലേ? minus 1. അപ്പൊ 1 minus 1 0 ആവും. e raised to minus 1 ഇതിന്റെ വാല്യൂ വരുന്നത് 0.368 ആണ്. ഓക്കെ, approximately equal to 0.37 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ ആൻസർ നിന്ന് റൗണ്ട് ഓഫ് ടു 3 ഡെസിമൽ പ്ലേസ്, അപ്പൊ 0.368. ഓക്കെ, നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാം വെച്ച് നോക്കുമ്പോഴും അല്ലാതെ തന്നെ നോക്കിയാലും നമുക്കറിയാം നമ്മുടെ PSC നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഒരു ഡ്രോബാക്ക് ആണ്. പക്ഷെ ഡ്രോബാക്ക് എന്നല്ല, നമുക്കറിയാം നമ്മുടെ എക്സാമിന് അത്ര ടഫ് ലെവൽ ആയിട്ടുള്ള ഇപ്പൊ ഗേറ്റിനൊക്കെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അങ്ങനെ വരാറില്ല. എന്നാൽ കൂടെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ ഒരു കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വല്ലതും കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ലോഗിന്റെ വാല്യൂസ് നിങ്ങൾ പഠിക്കും. ഇവിടെ ലോഗ് വരുന്നില്ല, ബട്ട് അങ്ങനത്തെ കേസ് വരുന്നിടത്ത് പറയാം. ബട്ട് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ എക്സ്പോണന്റ് ഇ റൈസ് ടുന്റെ കുറച്ച് വാല്യൂസ്, ഇ റൈസ് ടു 1 2 3 4 5 വരെ, അതുപോലെ തന്നെ വേണമെങ്കിൽ ഇ റൈസ് ടു 10 കൂടെ നോക്കിക്കോ. അതിന് ഇ റൈസ് ടു -1 -2 -3 -4 -5. ഓക്കെ, ഒരു 5 വരെയുള്ള ജസ്റ്റ് ആ ഒരു ചെറിയ റേഞ്ച് വരുന്ന ഒരു വാല്യൂ എങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ കാരണം ചിലപ്പോൾ നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നമ്മള് ചിലപ്പോൾ ഈ ഒരു എഫേർട്ട് ഇടുമ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് നമുക്ക് അധികം കിട്ടും. അതിലായിരിക്കും നമ്മുടെ റാങ്ക് എന്ത് ചെയ്യുന്നത്, വ്യത്യാസം വരുന്നത്, നമ്മുടെ മാർക്ക് സ്കോറിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ അതാണ് റാങ്ക് കിട്ടുന്ന കുട്ടികളും ആവറേജ് സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഇത് വരാൻ ചാൻസ് കുറവാണ്, ബട്ട് ഇതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ബിക്കോസ് വി വിൽ നോട്ട് ഹാവ് എ കാൽക്കുലേറ്റർ ക്ലാസ്സിൽ. അപ്പോൾ ഈ ഇ റൈസ് ടുന്റെ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. ജസ്റ്റ് ഈ 5-6 വാല്യൂസേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.